ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇതൊരു സൺഡേ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നേ. ഊണും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ വിചാരിച്ചു ഇന്ന് സൺഡേ അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ സൺഡേ എന്ന് പറഞ്ഞാൽ കപ്പ, മീൻ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ആണല്ലോ. എന്നാൽ കുറച്ച് പോത്തൊക്കെ വാങ്ങിച്ച് കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. കടകളായ മലയാളി കടകളൊക്കെ കയറി ഇറങ്ങിയെങ്കിലും കപ്പ കിട്ടിയില്ല. അങ്ങനെ ആ മോഹം പൊലിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് തൊട്ടടുത്ത അഖിലിൻ്റെ പറമ്പിൽ കപ്പയുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷെ അതിൻ്റെ മൂട്ടിൽ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു മെഷീനുമായിട്ട് ഇറങ്ങി കപ്പ പറിക്കാൻ. ദാ ഇത് കണ്ടോ, ഏകദേശം അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു കപ്പയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവനെയല്ല ഞങ്ങൾ ആദ്യം പറിച്ചത്, അത് ഞാൻ വഴിയെ കാണിക്കാം. ഇത് നോക്ക്, ചുറ്റുമുള്ള അപ്പുറത്തെ കൃഷിത്തോട്ടത്തിലൊക്കെ എന്തൊക്കെയോ നട്ടുപിടിപ്പിച്ചേക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ തോന്നുന്നില്ലേ? നാടിൻ്റെ ഒരു മനോഹാരിതയൊക്കെ തോന്നും. പക്ഷേ ഇത് നാടല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം ഭോപ്പാലാണ്. ഇവിടെയും എന്തുമൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഭോപ്പാലിൽ മാത്രമല്ല, എവിടെയും എന്തോ ഉണ്ടാകും നട്ടുപിടിപ്പിച്ചാലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദാ ഇവനെയാണ് ഞങ്ങൾ ആദ്യം പറിച്ചെടുത്തത്. ഈ നരുന്ത് പോലെ ഇരിക്കുന്ന ഇവനെയും കൊണ്ട് എന്തുണ്ടാക്കാനാ? അതെപ്പോഴേ ഡിസപ്പോയിൻ്റ് ആയായിരുന്നു. പക്ഷേ അങ്ങനൊന്നും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അടുത്ത മൂട് കപ്പ പറിച്ചപ്പം ഞങ്ങളുടെ ആഗ്രഹം ഏകദേശം സബലീകരിച്ചു. അങ്ങനെ ഞായറാഴ്ച മിഷൻ കംപ്ലീറ്റ്. കപ്പ ഇറച്ചി റെഡി. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് സ്പെഷ്യൽ എന്ന് പറയട്ടോ.